58 മൃതദേഹ ഭാഗങ്ങളാണ് സംസ്കരിക്കേണ്ടത്. അതിൽ ആദ്യഘട്ടത്തിൽ 45 ശരീരഭാഗങ്ങൾ എത്തിച്ചു. ഈ അവശേഷിക്കുന്നത് കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അതായത് ഈ മേഖലയിലേക്ക്, ഈ ഭൂമിയിലേക്ക് ആംബുലൻസുകൾ അങ്ങനെ തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവയെല്ലാം, അതായത് ഈ ശരീരഭാഗങ്ങളെല്ലാം ഒരു മൃതദേഹമായി തന്നെ പരിഗണിച്ചാണ്, അല്ലെങ്കിൽ ഒരു മൃതദേഹം എന്ന നിലയിൽ പരിഗണിച്ച് ആ ആദരവോടുകൂടിയാണ് സംസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം കുഴിമാടങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ മൃതദേഹങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ എന്ന് വിളിക്കാൻ കഴിയുന്ന മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം 8 മൃതദേഹങ്ങൾ, പിന്നാലെ 16ഉം 13ഉമായി 2 ഘട്ടങ്ങളിലായി സംസ്കാരം. ഒടുവിലാണ് ശരീരഭാഗങ്ങളിലേക്ക് കടന്നത്. ആ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ആംബുലൻസ് കൂടി ഇതിനകം ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 4 ആംബുലൻസ് കൂടി എത്തിയിട്ടുണ്ട്. മറ്റ് മൃതദേഹ ഭാഗങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് ഇന്ന് തന്നെ പരമാവധി, ഇന്ന് ലഭിച്ചതൊഴികെയുള്ള, അതായത് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച എല്ലാ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നതാണ്. അതായത് കൂട്ടമായി കുഴിമാടങ്ങൾ അങ്ങനെ തീർത്തുകൊണ്ട് ആളുകളെ സംസ്കരിക്കുകയാണ്. ഇവരെയൊന്നും തിരിച്ചറിയാനുള്ള പോംവഴികളൊന്നുമില്ല. ഏറ്റവും ഒടുവിൽ കൂടിയൊരു മൃതദേഹം തിരിച്ചറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇവരുടെ കാര്യത്തിൽ തിരിച്ചറിയൽ എന്നത് DNA സാധ്യത മാത്രമാണ്. ആ DNA സാമ്പിളിലെ സാധ്യത മാത്രമാണ് അവശേഷിക്കുന്നത്. എത്രയോ സമയമായി സന്നദ്ധ പ്രവർത്തകർ, ഏതാണ്ട് അവർ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. 2 മണി മുതൽ തന്നെ അവർ, സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടെ സജീവമായിരുന്നു. 3 മണിയോടുകൂടി തന്നെ അങ്ങനെ ദീർഘമായ സമയം അവരിങ്ങനെ അധ്വാനിക്കുകയാണ്. ഈ സഹോദരങ്ങളെ, അതായത് ഇരുളെടുത്ത ഈ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെ ഒക്കെ ഏറ്റവും നീതിപൂർവകമായി അവർക്ക് വിട നൽകുക, അന്ത്യയാത്ര ഒരുക്കുക, അവർക്ക് നിദ്രയൊരുക്കുക എന്ന ആ ഒരു ആഗ്രഹത്തിൻ്റെയും ആ ഒരു നിലപാടിൻ്റെയും ആ നീതിപൂർവകമായ ഇടപെടൽ ഉണ്ടാവുക എന്ന താല്പര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പല ദേശങ്ങളിൽ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇങ്ങനെ അവിശ്രമം ഈ അവരുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങളൊന്നാകെ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുകയും അങ്ങേയറ്റം മുറിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഈ ദുരന്തത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ട്, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. നമ്മെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. കാരണം ഈ ഇതിനകം സംസ്കരിച്ച മൃതദേഹങ്ങൾ എന്ന നിലയ്ക്ക് പൂർണ്ണാർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്ന മൃതദേഹങ്ങൾ, ഒപ്പം ശരീര ഭാഗങ്ങൾ എന്നിങ്ങനെ ആണ് എത്തിക്കുകയും സംസ്കാര ചടങ്ങുകളിലേക്കും കടക്കുന്നത്. ഓരോ ശരീരഭാഗങ്ങളുടെ കാര്യത്തിലും ഇതേ കാര്യം തന്നെ, അതായത് സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെയുള്ളവ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നതുകൊണ്ട് അത്തരം ആളുകളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടാണ്. അതായത് ആർക്കും ഇക്കാര്യത്തിൽ ഇനി ഒരു പ്രയാസം, വലിയൊരു ദുരന്തത്തെ, വലിയൊരു ദുഃഖത്തെ, വലിയൊരു വേദനയെ നമ്മൾ നേരിട്ട് കഴിഞ്ഞു. ഇനിയൊരു പ്രയാസം ഇക്കാര്യത്തിൽ, ഇനിയൊരു മുറിവ് ഇക്കാര്യത്തിൽ ആർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. ദുരന്തമുഖത്ത് ആണ് നമ്മൾ. എല്ലാവരെയും ചേർത്ത് പിടിക്കുക, എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നതുകൂടിയുണ്ട്. അതുകൊണ്ടാണ് ശരീരഭാഗങ്ങൾക്കടക്കം പ്രാർത്ഥനകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒഴിവ് നൽകുന്നില്ല. കാരണം ആ കാര്യം ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. ഏതെങ്കിലുമൊക്കെ ബന്ധുക്കളും അവർ തന്നെയും ആഗ്രഹിച്ചിരുന്നിരിക്കാം. ആ ആഗ്രഹം ഉറപ്പാക്കുക എന്ന കാര്യമാണ് നടക്കുന്നത്. വീണ്ടും അടുത്ത ഘട്ടത്തിലുള്ള ശരീരഭാഗങ്ങൾ കൂടിയും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവ കൂടിയും ഇങ്ങോട്ടേക്ക് എടുക്കും. പ്രാർത്ഥനകൾ നടക്കും. അതിനുശേഷം 2 ഭാഗങ്ങളിലായി, 2 സ്ഥലങ്ങളിലായി, അതായത് ഒരുക്കിയിരിക്കുന്ന വേദിയുടെ 2 വശങ്ങളിലായാണ് കുഴിമാടങ്ങൾ തീർത്തിരിക്കുന്നത്. ആ കുഴിമാടങ്ങളിലേക്ക് മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ, മൃതദേഹങ്ങളുടെ സംസ്കാരം, പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹങ്ങളുടെ സംസ്കാരം പൂർത്തിയായിട്ടുണ്ട്. ശരീരഭാഗങ്ങളുടെ സംസ്കാരമാണ് ഇപ്പോൾ, സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവയെല്ലാം ഓരോ നമ്പറുകളാണ് യഥാർത്ഥത്തിൽ. ശരീരങ്ങളും ഒപ്പം ഇപ്പോൾ എത്തിച്ചിട്ടുള്ള ശരീരഭാഗങ്ങളുമൊക്കെ ഓരോ നമ്പറുകളാണ്. ആ നമ്പറുകൾ മാത്രമാണ് മേൽവിലാസം, അവരുടെ മേൽവിലാസം. പക്ഷേ ഏതാനും നാളുകൾക്ക് മുൻപ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എന്ന് വേണമെങ്കിൽ തന്നെ അങ്ങനെ തന്നെ കൃത്യമായി പറയാം, അതുവരെ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർക്കൊരു മണ്ണുണ്ടായിരുന്നു, അവർക്ക് വീടുണ്ടായിരുന്നു, അവർക്ക് സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു, അവർക്ക് കൃത്യമായ അഡ്രസ്സ് ഉണ്ടായിരുന്നു, റേഷൻ കാർഡുകളിൽ അല്ലെങ്കിൽ രാജ്യത്തെ പലതരം രേഖകളിൽ അവരുടെ പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. ആരാണെന്നറിയാത്ത മനുഷ്യർ, ആരാണെന്നോ ഏത് ദേശക്കാരാണെന്നോ അറിയാത്ത കുറേയധികം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, പരസ്പരം
പരിചിതരല്ലാത്ത മനുഷ്യർ മറ്റു പലയിടങ്ങളിൽ നിന്ന് വന്ന് ആരാണെന്നറിയാത്ത മനുഷ്യർക്ക് അന്ത്യയാത്ര നൽകുകയാണ് എന്നതാണ് ഏറ്റവും വൈകാരികമായ കാര്യമായി എടുത്തു പറയേണ്ടത്. ആർക്കാണ് തങ്ങൾ അന്ത്യയാത്ര നൽകുന്നത് എന്ന് പല ദേശങ്ങളിൽ നിന്ന് ചേർന്ന മനുഷ്യർക്ക് അറിയില്ല എന്നതൊരു ദുര്യോഗമാണ്. അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാവുക എന്നത് സമീപകാലത്തൊന്നും നമ്മൾ അനുഭവിക്കാത്തതാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഒരു വസ്തുതയാണ്. നമ്മെ വല്ലാത്ത ഒരു ദുരന്തം സമീപിച്ചു. ആ ദുരന്തത്തിന് ഒരുപാട് മനുഷ്യർ ഇരകളായും കുറേയധികം മനുഷ്യർ ഇപ്പോഴും മണ്ണിനടിയിലാണ്, അല്ലെങ്കിൽ അവർ എവിടെയൊക്കെയോ ആണ് ഒലിച്ചുപോയി. ചാലിയാറിൽ നിന്നൊക്കെ ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. ഇപ്പോഴും ജില്ലാ ഭരണകൂടം തന്നെ പറയുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. എത്ര പേർ കാണാതായി എന്ന് കൃത്യമായ ഒരു കണക്കുണ്ടാക്കുക, അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതുപോലും സങ്കീർണമായ ഒരു കാര്യമാണ്. അത് നടക്കുന്നു. ശ്രമകരമായ ദൗത്യം അതങ്ങനെ കഴിയാൻ വിധമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വ്യക്തതയില്ല. അത്ര ആഘാതം, അത്രയും ആഴത്തിലുള്ള മുറിവ് ഉണ്ടാക്കിയതാണ് ഈ ദുരന്തം. ഈ ശരീരഭാഗങ്ങളൊക്കെ നേരത്തെ 45 എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ടേക്ക് എത്തിച്ച ശരീരഭാഗങ്ങൾ അവർ കൃത്യത വരുത്തുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ചേർന്ന ശരീരഭാഗങ്ങളിൽ കൃത്യത ഉറപ്പാക്കുകയാണ്. ആ നമ്പർ സംസ്കരിക്കുമ്പോൾ ആ നമ്പറുകൾ മാറിപ്പോകാതിരിക്കുക. എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് ഇവരുടെ ഉറ്റവരാരെങ്കിലും ആ നമ്പറുകൾ തേടി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ ഇവിടെ എവിടെയെങ്കിലും അടക്കം ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണണം, അറിയണം, ഇവിടെ എത്തണം എന്ന് ആഗ്രഹിക്കുകയോ ആ DNA സാമ്പിൾ മാച്ച് ആവുകയോ ചെയ്താൽ, അങ്ങനെ താരതമ്യം ഒത്തുവരികയോ ചെയ്താൽ അവർക്ക് ഇവിടെ വരാം. ഈ കുഴിമാടങ്ങളിലേക്ക്, ഈ സ്മാരക സ്ഥലങ്ങളിലേക്ക് വരാം. എത്രയെത്ര സങ്കടങ്ങളുടെ മുകളിലേക്കാണ് ഈ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കൂട്ടമായി അടക്കം ചെയ്യുന്നത്. എത്ര ഓർമ്മകളുടെ മുകളിലേക്കാണ്, എത്ര വേദനകളുടെ മുകളിലേക്കാണ്, എത്ര സങ്കടങ്ങളുടെ മുകളിലേക്കാണ് ഈ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഒക്കെ നമ്മൾ അടക്കം ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്നവർ അങ്ങനെ പരസ്പരം പരിചിതമല്ലാത്തവർ പോലും പല ദേശങ്ങളിൽ നിന്ന് വന്ന് അറിയാത്തവർക്ക് വേണ്ടി അവർ, ആ നാട്ടുകാർ അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്നവർ എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ, ആ മനുഷ്യർക്ക് വേണ്ടി അവർക്ക് വിട നൽകാൻ, അവർക്ക് ആദരം അർപ്പിക്കാൻ, അവർക്ക് നീതിപൂർവകമായ ഒരു യാത്രായിപ്പ്, ഒരു യാത്രാമൊഴിയെങ്കിലും ചൊല്ലാൻ അവരൊക്കെ ഇവിടെ അഹോരാത്രം നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. അപ്പോഴും ഒരുപാട് മനുഷ്യരുടെ ഇടനെഞ്ച് പൊട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം ഇത് തങ്ങളുടെ പ്രിയപ്പെട്ടയാളാണോ, തനിക്ക് പരിചയമുള്ള ആളാണോ, തൻ്റെ സുഹൃത്താണോ, തൻ്റെ വീട്ടുകാരനാണോ, തൻ്റെ നാട്ടുകാരനാണോ എന്നെല്ലാമുള്ള വേദനയോടെ പലയിടങ്ങളിലായി നിന്ന് ഇത് കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അനേകം മനുഷ്യർ. ഏറ്റവും ഒടുവിൽ പോലും ഇവിടുത്തെ ജനപ്രതിനിധികൾ പറഞ്ഞു, ഒരു മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ, അതായത് ഇതേ സ്ഥലത്ത് പുത്തുമലയിൽ പ്രത്യേകമായി ഒരുക്കിയ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരെ സംസ്കരിക്കുന്നതിന് വേണ്ടി മാത്രം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്ത് ഒരു ശ്മശാനം എന്ന കണക്കെ നിർമ്മിച്ചൊരുക്കിയിട്ടുള്ള ഈ പ്രത്യേക സ്ഥലത്തേക്ക് മൃതദേഹം കൊണ്ടുവരാൻ ആംബുലൻസിൽ കയറ്റുന്നതിന് തൊട്ടു മുൻപ് ഒരു മൃതദേഹം അവരുടെ ബന്ധുക്കളെത്തി തിരിച്ചറിയുകയാണ്. അങ്ങനെ മനുഷ്യർ അവസാന നിമിഷം പോലും കയറിയിറങ്ങി പിന്നെയും തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ കൊണ്ടുപോയി അവർ ആഗ്രഹിച്ച സ്ഥലത്ത് സംസ്കരിക്കാൻ ശ്രമിക്കുന്ന ബന്ധുക്കളെ പലയിടത്ത് പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ കണ്ടു. അങ്ങനെ അത്രയും ഹൃദയഭേദകമായ കാഴ്ചകളാണ്. അതായത് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപ് പോലും ബന്ധുക്കൾ അങ്ങനെ ഇനി തിരിച്ചറിയാൻ കഴിയുമോ എന്ന ആഗ്രഹത്തോടെ അവിടെ വന്ന് കാത്തുനിന്ന് തിരിച്ചറിഞ്ഞവർ കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ മനുഷ്യൻ വല്ലാത്ത നിസ്സഹായാവസ്ഥയിൽ, മനുഷ്യ ജീവിതത്തിന്റെ പരമമായ നിസ്സഹായാവസ്ഥ ഈ പറമ്പിൽ, ഈ സ്ഥലത്ത്, ഈ പ്രദേശത്ത്, ഈ ശവകുടീരങ്ങൾ അങ്ങനെ കൂട്ടമായി നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ പരമമായ നിസ്സഹായാവസ്ഥ നമ്മൾ കാണുകയാണ്. ഇനിയുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിനെ ഏതെല്ലാം നിലയ്ക്ക് ഇത് സ്വാധീനിക്കാൻ പോകും, ഈ കാഴ്ചകൾ സ്വാധീനിക്കാൻ പോകും എന്നതുകൂടി പ്രധാനമാണ്. നമ്മുടെ ഈ ദുരന്തത്തിന്റെ ആഴം ഇതിലും വ്യക്തമായുള്ള, ഇതിൽ കൂടുതൽ ഒരു ദൃശ്യം ഇല്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ മുൻപ് കണ്ടതൊക്കെ നമ്മുടെ ഹൃദയത്തെ ഉലച്ചു കളഞ്ഞതാണ്, ഉള്ളിൽ പിടഞ്ഞതാണ്, അതൊക്കെ വാസ്തവമാണ്. അതീവ ദുഃഖകരമായ, അതീവ ഭയാനകമായ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന്റെ എല്ലാം സംഗ്രഹം ഇവിടുത്തെ ഈ കുഴിമാടങ്ങളിലുണ്ട്, ഇവിടുത്തെ കൂട്ടമായ കുഴിമാടങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ആഴം, അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുക. യഥാർത്ഥത്തിൽ എല്ലാ ഐഡന്റിറ്റിയും, എല്ലാ മനുഷ്യരെയും പരിചിതമായിരുന്നിട്ടും, ആ വയനാടിന്റെ അതിരുകൾ പരിചിതമായിരുന്നിട്ടും, സ്വന്തം നാടിന്റെ വീടിന്റെ ഒക്കെ അതിരുകളൊക്കെ പരിചിതമായിരുന്നിട്ടും, അവരെ എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ഇപ്പോൾ അവർ ആരാലും അറിയപ്പെടാത്തവരായി പോകുന്നു എന്നതാണ്. അതിൽ പലരുടെയും ആ പേരുകൾ, പലരും എവിടെയാണ് ഉള്ളതെന്ന് പോലും ഇപ്പോഴും ഏതൊക്കെ വഴിക്ക് ഒലിച്ചൊഴുകിപ്പോയി എന്നതറിയാതെ ഉഴലുന്ന മനുഷ്യർ അനേകം ഈ നാട്ടിലും നമ്മുടെ മലയാളക്കരയിൽ
മേഖലയിൽ ആകെയുമുണ്ട്. അത്തരം ഒരു ദുഃഖകരമായ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സംസ്കാര ചടങ്ങുകളെ കാണുന്നത്, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ചുറ്റുവട്ടത്ത് നിന്ന് അതങ്ങനെ ഒരു സാധാരണഗതിയിൽ ചെയ്തു പോരുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കിനങ്ങ് നടത്തി നിർവഹിക്കുന്നത് പോലെയല്ല. സന്നദ്ധ പ്രവർത്തകരുമൊക്കെ ആത്മാർത്ഥമായി തന്നെ അതിൽ അങ്ങനെ മുറ പോലെ എന്നതിന് പകരം പങ്കാളികളാകുന്നുണ്ട്. ഒരു കണക്കിന് സാങ്കേതികമായി അങ്ങ് ചെയ്തു തീർക്കുക എന്ന നിലയ്ക്ക് അവർ ചെയ്യുന്നില്ല. പകരം എല്ലാവരും അതിനുവേണ്ടി അങ്ങനെ കാത്തിരുന്ന് സമയമെടുത്ത് നമ്പറുകൾ കൃത്യമായി ഉറപ്പിച്ച് ക്രമപ്രകാരം തന്നെ മുൻ നിശ്ചയിച്ചിരുന്ന പ്രകാരം തന്നെ ശരീരഭാഗങ്ങളൊക്കെ മൃതദേഹങ്ങളായി ലഭിച്ചവയൊക്കെ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശരീരഭാഗങ്ങൾക്ക് പോലും ബഹുമാനം നൽകണം എന്ന തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ ശരീരഭാഗങ്ങളും എങ്ങനെ സംസ്കരിക്കണമെന്നത് സംബന്ധിച്ച് ഓരോ ശരീരഭാഗത്തെയും ഓരോ മൃതദേഹമായി തന്നെ പരിഗണിക്കാം എന്നതായിരുന്നു തീരുമാനം. അങ്ങനെയാണ് 158 ശരീരഭാഗങ്ങൾ എന്ന കണക്ക് വന്നത്. ഇനിയും ഉണ്ട് യഥാർത്ഥത്തിൽ, പക്ഷേ അവയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവിടെ 45 ശരീരഭാഗങ്ങൾ എത്തിച്ചു. ബാക്കിയുള്ളവ കൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവ കൂടി ഒന്നായി ആദ്യഘട്ടത്തിൽ ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുള്ള ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന മൃതദേഹ ഭാഗങ്ങൾ കൂടി സംസ്കരിക്കുന്നത്. അങ്ങനെ ഈ ഇവിടുത്തെ മനുഷ്യരൊന്നാകെ അവിശ്രമം, അവർക്ക് അത് ശരീരഭാഗങ്ങൾ എന്ന നിലയ്ക്ക് പ്രത്യേകമായ അവഗണനയൊന്നുമില്ല, അത്തരം ഒരു കാര്യവുമില്ല. അതെല്ലാം മൃതദേഹം എന്ന നിലയ്ക്ക് തന്നെ പരിഗണിച്ച് ബഹുമാനപൂർവ്വം പോലീസിന്റെ ബഹുമതി, ഇവിടുത്തെ സർക്കാർ പ്രതിനിധികളുടെ ബഹുമതിയൊപ്പം സർവമത പ്രാർത്ഥന അവയെല്ലാം നൽകുന്നു. അവർക്കെല്ലാം കൃത്യമായ അഡ്രസ് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, അവരുടേതായ വിശ്വാസബോധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ അതിരുകളൊക്കെ ഇവിടെ മായ്ക്കപ്പെടുകയാണ്. അതങ്ങനെ നിർബന്ധപൂർവ്വം മായ്ക്കപ്പെടുകയാണ്. കാരണം ഈ അത്തരം സാധ്യതകളൊക്കെ അവരൊക്കെ മനുഷ്യരെന്ന നിലയിൽ അവർ ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്ന സാധ്യതകളൊക്കെ ദുരന്തം അവർക്ക് നിഷേധിച്ചു. അത്തരം നീതിയൊക്കെ ദുരന്തം അവർക്ക് നിഷേധിച്ചു എന്നൊരു സാഹചര്യമുണ്ട്. അത്തരം ഒരു ഘട്ടത്തെയാണ് നമ്മൾ നേരിടുന്നത്. വാക്കുകൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് വല്ലാതെ അപ്രസക്തങ്ങളായി പോകുന്നത്. കാരണം മനുഷ്യർ ഒരു ഭാഗത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അങ്ങനെ നീറി ഉടലുന്ന, ഉറ്റവരെ നഷ്ടപ്പെട്ട, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അങ്ങനെ അതിജീവിച്ച് തുടങ്ങുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ അവരെ അതിലേക്ക് കൈപിടിച്ച് നടത്താൻ മലയാളികൾ ഒന്നടങ്കം, അല്ലെങ്കിൽ മനുഷ്യസ്നേഹികളായ എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോഴും നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ കുറിച്ചുള്ള ഉള്ളുനീറുന്ന വേദനയുണ്ട്. അതിനിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പലരും ക്യാമ്പുകളിൽ കഴിയുന്ന അനേകം മനുഷ്യരുണ്ട്. അവരൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് വല്ലാതെ വേവലാതി പൂണ്ട് നിൽക്കുന്ന അനേകം മനുഷ്യരെ ഇതിനിടയിൽ ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഈ ദുരന്ത ഭൂമിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കണ്ടുമുട്ടാൻ കഴിഞ്ഞു. അവരൊക്കെ മനസ്സിൽ വ്യഥയോടെ ഇവിടെയൊക്കെ സംസ്കരിക്കുന്നവരിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകുമോ, അതോ ഇനി കാണാതെ പോയവരിലാണോ, അവരിൽ ഇനി എപ്പോഴെങ്കിലും കണ്ടെത്താൻ കഴിയുമോ, മൃതദേഹ ഭാഗം ലഭിക്കുമോ, അങ്ങനെ ലഭിച്ചാൽ സംസ്കരിക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരെയും മതിക്കുന്നുണ്ട്. നമ്മൾ മുൻപ് ഇത്തരം അധികം ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇത്ര വ്യാപ്തിയോടെ ഇതേ രൂപത്തിൽ ഇത്രയും നമ്മളെ വല്ലാതെ തുടർച്ചയായി ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, ആഴത്തിൽ മുറിവുണ്ടാക്കുന്ന അത്തരം ദുരന്തങ്ങളെ നമ്മൾ തുടർച്ചയായി അങ്ങനെ നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഇത്ര ആഴത്തിലോ ആഘാതത്തിലോ ഉള്ള ദുരന്തത്തെ നമ്മൾ കൺമുന്നിൽ അങ്ങനെ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇത്രയും നമ്മെ ഇത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നത്, നമ്മളെ വീണ്ടും വീണ്ടും ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ട്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ആ ദുരന്തം ഒരു യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ഉൾക്കൊള്ളുകയും തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. അതിനെ നേരിടുകയല്ലാതെ മറ്റു പോംവഴിയില്ല. ഇത് വല്ലാത്തൊരു ദുര്യോഗമാണ്. ഈ കാലത്ത്, അല്ലെങ്കിൽ സമീപകാലത്ത്, അല്ലെങ്കിൽ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലൊക്കെ ഇമാതിരി ഒരു ദുര്യോഗത്തെ നമ്മൾ യഥാർത്ഥത്തിൽ നേരിട്ടിട്ടില്ല. വലിയ പ്രളയവും ദുരന്തവും ദുരിതവും ഒക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്, ഉരുളുപൊട്ടലുകൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഇത്രയും വ്യാപ്തി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മുൻകാലത്ത് അതിനുള്ള അത്രയും വ്യാപ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. ഇന്ന് പക്ഷേ അതെല്ലാം അങ്ങനെ നമ്മൾ വല്ലാത്തൊരു കാലത്തെ എത്തി നിൽക്കുന്നു. നമ്മൾക്ക് വല്ലാതെ ദുരന്തങ്ങൾ അങ്ങനെ നമുക്ക് സമീപസ്ഥമായിരിക്കുന്ന കാലമാണ്. അത്തരമൊരു മുന്നോട്ടുള്ള പോക്കിനെ കൂടി കാണണം. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തായാലും നീതി ഉറപ്പാക്കുക. മരണത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, അവർ ഇവിടെ വന്ന് നിൽക്കുന്ന മനുഷ്യർ പോലും പരസ്പരം പലരും അപരിചിതരാണ്, പല ദേശത്തു നിന്നും ഒക്കെ വന്ന മനുഷ്യരാണ്. പക്ഷേ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല നിലയ്ക്ക് തന്നെ, ഏറ്റവും ശരിയായ, ഏറ്റവും ഉചിതമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ്. അതാണ് നേരത്തെ ജനപ്രതിനിധികളൊക്കെ ആവർത്തിച്ച് പറഞ്ഞ കാര്യം. അതായത് ശരീരഭാഗങ്ങൾ ഒരിക്കലും അതിൽ ഒരു പ്രത്യേക അവഗണന ഉണ്ടാവുകയില്ല. ഓരോ ശരീരഭാഗങ്ങളും പ്രത്യേകമായി തന്നെ നമ്പർ ഇട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ആ ഡാറ്റ സൂക്ഷിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും തേടി വരാൻ സാധ്യതയുള്ള ഉറ്റവർക്ക് വേണ്ടി, ഉടയവർക്ക് വേണ്ടിയാണ് അതങ്ങനെ നമ്പറൊക്കെ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്നതിന്. ശരിയാണ് സജോ.